Beautiful day. നല്ലൊരു ദിവസം. ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ സിമ്പിളായി ഒരു ക്ലാരിറ്റി അങ്ങനെ ഒന്ന് ചിന്തിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനിവിടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ എൻ്റെ തുടക്കം മുതലുള്ള എക്സ്പീരിയൻസ് എന്താ പറയുക, ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ഞാനെങ്ങനെ ഈ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു ഇതൊക്കെ ഒരു ഇല്യൂഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം. ഞാൻ ചെറുപ്പം മുതലേ സംസാരിക്കും. ഞാൻ ചെറുപ്പം കുട്ടിയായിരുന്നപ്പം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വലുതായപ്പോഴും ഉണ്ടായ അതേപോലെ ഡിഫറെന്റ് ആഗ്രഹങ്ങൾ. കുറെ ആഗ്രഹങ്ങൾ. ഞാൻ ചെറുതാണ്, ഉള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിയാലോ. ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം, അത് വേണം, സൈക്കിൾ വാങ്ങിക്കണം, ബാക്കി എന്തെങ്കിലും വാങ്ങിക്കണം, അല്ലെങ്കിൽ പുതിയ കുപ്പായം വാങ്ങിക്കണം. ഇതൊക്കെയാണ് അപ്പോഴത്തെ ആഗ്രഹങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കാൻ പറ്റും. എന്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കാം, ആ ചോദ്യം എനിക്കുണ്ടായി. കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, അതെങ്ങനെ എനിക്ക് കിട്ടും. എനിക്ക് വേണത്, കാരണം അതാണ് എന്നെ ഹാപ്പി ആക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്നെ ഹാപ്പി ആക്കും. ഞാൻ അതെങ്ങനെ സാധിച്ചെടുക്കും. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അച്ഛനോടും അമ്മേനോടും പറയാൻ എൻ്റെ ആഗ്രഹം ഇതാണ്, അത് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് പറഞ്ഞു. അവരത് സാധിച്ചു തന്നു. അവരെനിക്ക് ആ സാധനം വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ അവരെനിക്ക് അതിനുള്ള പൈസ തന്നു. എനിക്കെന്റെ ഫസ്റ്റ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല ഈ സാധനങ്ങൾ എന്നെ ഹാപ്പി ആക്കുന്നുണ്ടോ. കിട്ടിയപ്പോൾ ഹാപ്പി ആക്കുന്നുണ്ട്, അതിൽ അത് കഴിഞ്ഞ് എന്നെ ഹാപ്പി ആക്കുന്നുണ്ടോ എന്നുള്ളൊരു തോട്ട് എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഈ തോട്ട് വന്നത്, ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി സഫർ ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അത് സാധിച്ചു തരാൻ വേണ്ടി ഞാൻ പറയാൻ മനസ്സിലാവാണ്, എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി സഫർ ചെയ്യണത് ആരാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി സഫർ ചെയ്യുന്ന എൻ്റെ അച്ഛനമ്മയാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ചെറുപ്പമായിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കുന്ന കാര്യം. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്തിനു സഫർ ചെയ്യണം. എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എൻ്റെ ആവശ്യമല്ല, ഞാനല്ലേ സഫർ ചെയ്യണ്ടേ അതിനു വേണ്ടി. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിയലൈസേഷൻ. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഈ ആഗ്രഹങ്ങൾ എന്താണെന്ന്. ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ വീണ്ടും കുറെ സമയം എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വേറൊരു കാര്യം റിയലൈസ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിസം എന്നുള്ള സംഭവം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അതായത് ബൈയിങ് മോർ തിങ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് എനിക്കൊരു ചെരുപ്പുണ്ട്, ചെരുപ്പിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ഇട്ട് നടക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചെരുപ്പ് ഓക്കെയാണ്, പക്ഷെ അപ്പോഴും ഞാൻ കുറെ ചെരുപ്പ് വാങ്ങിക്കണുണ്ടായിരുന്നു. എനിക്കൊരു 2-3 ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് എന്നുള്ള കാര്യം നിറവേറ്റുന്ന ഒരു കർമ്മമുണ്ടല്ലോ, നമ്മുടെ ബോഡി മറക്കാന്നുള്ളതല്ലോ. അത് 2-3 ഡ്രസ്സ് വെച്ച് എനിക്ക് കൂളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറെ ഡ്രസ്സ്. കാരണം അപ്പൊ ഇത് ഹാപ്പിനെസ്സും ആയി റിലേറ്റഡ് ആണ് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കുറച്ചാല് ഞാൻ സഫർ ചെയ്യുന്ന കുറെ, അതായിരുന്നു എൻ്റെ തോട്ടിലുള്ള കാര്യം. അല്ലാതെ ഇതായിരുന്നു, നമുക്ക് അതിലേക്ക് വരാം. ഇതായിരുന്നു എൻ്റെ തോട്ടിലുള്ള കാര്യം. കാരണം കുറെ സാധനങ്ങൾ എനിക്ക് കുറെ പൈസ വാങ്ങിക്കാം വേണം. ഞാൻ
പൈസ ഉണ്ടാക്കി കുറെ സഫർ ചെയ്യേണ്ടി വരും. സഫർ ചെയ്ത് ഈ ഒരു ഹാപ്പിനെസ് വേണ്ട. അതാണ് എൻ്റെ തോട്ടിൽ വന്ന ഒരു കാര്യം കൂടി. സഫർ ചെയ്യുന്നതിനാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ഓക്കെയാണ്. ഈ ഒരു കാര്യങ്ങൾ വെച്ച് ഞാൻ ഓക്കെയാണ്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനങ്ങനെ എന്താ പറയാ, സംഭവങ്ങൾ വായിക്കുന്ന കുറച്ചു. പിന്നെയാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ഹാപ്പിനെസ്സുമായി റിലേറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു കാര്യം. ഇതെനിക്ക് ശരിക്കും റിയലൈസേഷൻ ഉണ്ടായത് എപ്പോഴാണെന്നാൽ, ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്നത് സഫറിങ് എപ്പോൾ എൻ്റെ ചെയ്യും. എൻ്റെ ഒരു കൺസെപ്റ്റിൽ സഫറിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കോളേജിൽ പോയി പഠിക്കുന്നത്, സ്കൂളിൽ പോയി പഠിക്കുന്നത്, 12 വർഷം ഞാൻ സ്കൂളിൽ പഠിച്ചത്, എല്ലാവരും പഠിക്കുന്നത്. അത് കഴിഞ്ഞ് 4 കൊല്ലം ഞാൻ എഞ്ചിനീയറിങ് പഠിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഫീഡ് ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ, അതിനു മുന്നേ കാര്യം +2 വരെ ലൈഫ്. +2 വരെ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് ഈ സഫറിങ് ഉണ്ടാവും, നിൽക്കും, നീ കഷ്ടപ്പെടുന്നത് നിൽക്കും. എപ്പോൾ കോളേജിലെത്തുമ്പോൾ അതാണ് എനിക്ക് പറഞ്ഞത്. കോളേജിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ല. പക്ഷെ അപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത്, വീട്ടിൽ നിന്നായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കോളേജിൽ നിന്നായാലും, ഒരു പണി കിട്ടണമെങ്കിൽ കോളേജ് കഴിഞ്ഞ ഒരു ജോബ് കിട്ടും. അവര് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്, അവര് കൺഫ്യൂസ്ഡാണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ഇത് റിയലൈസ് ചെയ്തപ്പോൾ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അവര് കൺഫ്യൂസ്ഡാണ്. എല്ലാരും വിചാരിച്ചു ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് ഞാൻ ജോബ് കിട്ടിയാൽ നീ സെറ്റ് ആവും. എൻ്റെ ആദ്യത്തെ ജോലിയുടെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ജോബ് കിട്ടിയ എക്സ്പീരിയൻസ്, ഞാൻ അതുവരെ വിചാരിച്ച കാര്യങ്ങളൊക്കെ, ലൈഫ് സഫറിങ് എന്ന് പറഞ്ഞ ലൈഫിൽ ഇത്ര വരെ ഉള്ളൂ, പഠിക്കുന്ന കാലം വരെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ് വരെ ഉള്ളൂ. നീ സഫർ ചെയ്ത് വേണം, പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി നിന്റെ ജോലി നിനക്ക് കിട്ടും, നീ ഹാപ്പി ആയിരിക്കും. ഈ ഒരു ചിന്ത ജോലിക്ക് കയറി ഒരാഴ്ച, ഒരു മാസം കൊണ്ട് ഇല്ലാതാവുന്നവന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. കാരണം അവൻ അതുവരെ ജീവിച്ചത് മൊത്തം, ഇത് ഇവര് പറഞ്ഞിരുന്ന വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ചെറിയ സന്തോഷങ്ങളുടെ കാര്യം എടുത്താൽ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ കുറച്ചും കൂടി വലുതായി. അപ്പോഴുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ പലരും അതിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാനപ്പോ കൺഫ്യൂസ്ഡ് ആയില്ല, എനിക്കിത് കാര്യം മനസ്സിലായി. ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം തെറ്റാണെന്ന് മനസ്സിലായി. കാരണം എനിക്ക് ഹാപ്പിനെസ് അല്ല തരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഒരു തോട്ട് എന്നെ മനസ്സിലേക്ക് വരാം. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ഇത്രയും കാലം ഞാൻ ഓരോ ആഗ്രഹങ്ങൾ എന്നെ ഹാപ്പിയാക്കി തരുമെന്ന് വിചാരിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, അതിൽ നിന്ന് എനിക്ക് എപ്പോഴാണ് ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ എപ്പോഴാണ് കൂടുതൽ സമയം എന്നെ ഹാപ്പിയാക്കി എടുക്കിയ ഒരു കാര്യം എന്താണ്? കൂടുതൽ കാലം ഹാപ്പിയാക്കി എടുക്കിയ കാര്യം, എല്ലാത്തിനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നു, ചിലതിന് മാസങ്ങളുടെ ആയുസ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമൊക്കെ റിയലൈസ് ചെയ്തത്, ഒരു ഡീപ്പ് ലെവലിൽ റിയലൈസ് ചെയ്യാൻ തുടങ്ങി കാലഘട്ടം. പിന്നെ ഞാൻ എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ എന്തിനാണപ്പം ഈ ഹാപ്പിനെസ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം തെറ്റിദ്ധാരണകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ റിയലൈസേഷൻ, ഞാൻ ഹാപ്പിനെസ് ആണെന്ന് വിചാരിച്ചത്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. എന്താണ് എൻ്റെ ഹാപ്പിനെസ്?
ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്ന എൻ്റെ ഹാപ്പിനെസ് എവിടെയാണ് അതുള്ളത്? എവിടെയാണ് അതുള്ളത് എന്ന കാര്യം ഞാൻ ചിന്തിക്കുന്നത്. It's all lights outside. എല്ലാം എൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെറ്റീരിയൽസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്ന ഹാപ്പിനെസ് മൊത്തം എൻ്റെ സറൗണ്ടിലുള്ള കാര്യങ്ങളാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് വേണമെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്താം. കാരണം ഇതാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതായത് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീപ്പായി മനസ്സിലാക്കാൻ തുടങ്ങിയ ടൈം ഇവിടെ മുതലാണ്. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചിന്തിച്ചു തുടങ്ങാം. കേൾക്കുന്നതിൽ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ എനർജിയാണ്. ലൈക്ക് ഡയറക്റ്റ് എൻ്റെ ഫിസിക്കൽ ഫോം അല്ല. ഞാൻ എൻ്റെ പലതും എൻ്റെ വേർഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇതെൻ്റെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യമാണ്. ലിമിറ്റേഷൻസ് ഞാൻ വാല്യൂ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്പ്രെഡ് ചെയ്യുന്ന എനർജിയാണ്. ഞാൻ സ്പ്രെഡ് ചെയ്യാണ്. That's why I'm doing this. It's okay. അപ്പം എവിടെയാണ് എൻ്റെ ഹാപ്പിനെസ്? കാരണം ഈ ഹാപ്പിനെസ് ഒന്നും എൻ്റെ ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നും എൻ്റെ ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നില്ല. ഫിസിക്കൽ തിങ്സ് എത്ര ദിവസം എന്നെ ഹാപ്പി. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് എനിക്ക് അച്ചീവ് ചെയ്ത എന്ത് കാര്യം അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് I'll be happy after this. പക്ഷെ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത തോട്ടാണ് വരുന്നത്. ഇനി എന്ത് എന്നെ ഹാപ്പിയാക്കും, ഇതെന്നെ ഇത്ര ഹാപ്പിയാക്കി, അല്ലെങ്കിൽ ഇത് വരുന്ന ഹാപ്പിനെസ് കഴിഞ്ഞു, ഇനി എന്നെ എന്ത് ഹാപ്പിയാക്കും. സ്റ്റാർട്ട് സഫറിങ് അഗെയിൻ. ഇപ്പൊ ചിന്തിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 2 വീഡിയോ ആയി ഞാൻ അപ്ലോഡ് ചെയ്തത്. എങ്ങനെ നമ്മുടെ ഇൻസൈഡിൽ എങ്ങനെ ഹാപ്പിനെസ് ഇരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു സ്കെച്ച് ഉണ്ടാക്കി. ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇത് നമ്മൾ മുന്നേ സംസാരിച്ച വേർഡ് തന്നെയാണ്, ഡിഫറെന്റ് കാര്യങ്ങൾ. ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ, നീ, ഇത് വേറൊരാൾ, അല്ലെങ്കിൽ ഇതൊരു മരം, ഇതൊരു നായ. ഇവരൊക്കെ ലൈഫിൽ സെർച്ച് ചെയ്യുന്ന എന്താണ്? നിങ്ങളൊക്കെ ലൈഫിൽ സെർച്ച് ചെയ്യുന്ന എന്താണ്? എങ്ങനെ സന്തോഷമായിരിക്കാം. സന്തോഷം, ഹാപ്പിനെസ്. ഇതാണ് നിങ്ങൾ ലൈഫിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ചിലപ്പം നിനക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് നീ വിചാരിച്ച്. അതാണിപ്പം ചിലപ്പോൾ ഇവിടെ എന്താണ്, ഒരു കാർ വാങ്ങിച്ച ഹാപ്പിനെസ് കിട്ടുമെന്ന് വിചാരിക്കാം. അതിനു വേണ്ടി നീ പ്രയത്നിക്കണം. കാർ വാങ്ങിച്ചു കഴിയുമ്പോൾ വേറൊരു കാര്യം. അല്ലെങ്കിൽ ഇവിടെ നീ ഫാമിലിനെ നോക്കിയാൽ നിന്റെ ഫാമിലിനെ കറക്റ്റായി ട്രീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരെ സന്തോഷപ്പെടുത്തിയാൽ നിനക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് നീ ഇപ്പം പറയുന്നു. അത് അച്ചീവ് ചെയ്യുമ്പോൾ നീ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കുറേ ആഗ്രഹങ്ങൾ. അപ്പം
ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? സന്തോഷം കിട്ടാൻ. സന്തോഷം ബേസ് ലെവലിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും ലൈഫിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സന്തോഷത്തിലേക്ക് പോകാനാണ്. അർത്ഥമല്ല അവർ ശ്രമിക്കുന്നത്, സന്തോഷത്തിലേക്ക് പോകാനാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ സന്തോഷം നിന്റെ ലൈഫിൽ എത്രത്തോളം ഉണ്ടെന്നാണ് റിയലൈസ് ചെയ്യേണ്ടത്. എത്ര സന്തോഷം നിനക്ക് കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ. ഈ കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ എത്ര സന്തോഷം, ഈ കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ എത്ര സന്തോഷം. ഇത് കോൺസ്റ്റന്റ് ആയ സ്റ്റേറ്റ് ആണ് ഇവിടെ, മനസ്സിലായോ? പരമാനന്ദം സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്, പരമാനന്ദം. പക്ഷെ നീ അച്ചീവ് ചെയ്യുന്ന സന്തോഷം നിനക്ക് ഈ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുണ്ടോ? കാരണം ഇത് 5 മിനിറ്റ്, 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം, 10 ദിവസം, 1 മാസം, അല്ലെങ്കിൽ 1 കൊല്ലം, അത്രമാത്രം നിന്റെ ഹാപ്പിനെസ് ഉള്ളൂ. പക്ഷെ ഇവിടെ ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അവിടെ എൻ്റെ ചെയ്യുന്നില്ല, നെവർ എൻഡിങ് ഹാപ്പിനെസ് ആണ്, പരമാനന്ദം. അപ്പം ഈ സ്റ്റേറ്റിലേക്ക് എത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ നീ ചൂസ് ചെയ്ത നിന്റെ മൈൻഡ്, നീ ചൂസ് ചെയ്ത വേ എത്രത്തോളം അതിലേക്ക് എത്തിക്കുന്നില്ലെന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ചൂസ് ചെയ്ത വേ, നീ മനസ്സിലാക്കിയ കാര്യം എന്താണ് നിന്നെ ഹാപ്പി ആക്കുന്നത്. അതാണ് എൻ്റെ റിയലൈസേഷൻ. അതാണ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ സംസാരിച്ചത്. എന്തിനാണ് എന്നെ ഹാപ്പിയാക്കാൻ പറ്റും, ആ ഹാപ്പിനെസ് എവിടെയുണ്ട്. ആ ഹാപ്പിനെസ്സിലേക്ക് പോകാൻ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. ഇത് 2 മനസ്സിലായില്ലേ? ഇത് 2 വേൾഡാണ്. പക്ഷെ ഇതൊന്നാണ്, ഇത് മൊത്തം ഒന്നാണ്. കാരണം ഇതിൻ്റെ റിഫ്ലക്ഷനാണ്, ഇതിൻ്റെ ഒരു മിററാണ് ഇവിടെ. പക്ഷെ നമ്മൾ കുറേ ഫിസിക്കൽ തിങ്സ് ആയിട്ട് ബൗണ്ടഡ് ആണ്. അത് നമ്മൾ ചുറ്റിയിട്ടുണ്ട്, ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളൊരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് എങ്ങനെ റാപ്പ് ചെയ്യുന്നു, ആ റാപ്പ് ചെയ്ത ഗിഫ്റ്റ് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് പൊട്ടിച്ചു നോക്കണം, മനസ്സിലായി? അതുപോലെയാണ് ഈ വേൾഡിൽ നമ്മളെല്ലാം ട്രാപ്ഡാണ് ഫിസിക്കൽ തിങ്സ്. ചിലപ്പം ഗിഫ്റ്റ് എങ്ങനെയാണോ റാപ്പ് ചെയ്തിരിക്കുന്നത്, കടലാസ് പോലെ, നമ്മളെ കുറച്ചും കൂടി കട്ടിയുള്ള സാധനമാണ്. അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സിമ്പിളാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് അത്രയും കാര്യങ്ങൾ റിയലൈസ് ഉണ്ടാവും. കാരണം ഈ മൈൻഡാണ് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുക. മനസ്സിലായി? ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇടയിലും എൻ്റെ ഫിസിക്കൽ ഫോമിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡാണ്. എൻ്റെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ട്രൈസ് ടു കൺഫ്യൂസ് ഓൾ ദ ടൈം. എനിക്ക് മാത്രം അതിന് എന്താണ് നിലനിൽപ്പുള്ളൂ. അപ്പൊ അതിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാവും, ഇത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവും, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് മനസ്സിലാവും, ഞാനെങ്ങനെയാണ് ഈ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതിനൊക്കെ ഇതിനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഇല്യൂഷൻ എന്താണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇല്യൂഷൻ എന്താണെന്ന് മനസ്സിലാവും. അതിനുള്ള ബെസ്റ്റ് ഐഡിയ ഞാൻ ഫോളോ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കടന്നുകൊണ്ട് ഇതിന്റെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നിന്റെ ബോഡി. കാരണം നിങ്ങളെല്ലാം ഒന്നായിട്ടാണ് ഇവിടെ മനസ്സിലാവും. പക്ഷെ നിനക്കൊരാളുടെ സ്വഭാവം നോക്കിക്കാണുന്നത് ഭയങ്കര സിമ്പിളാണ്. കാരണം നീ അത് ചെയ്യുന്നില്ല, മനസ്സിലായോ? നീ അത് ചെയ്യാതിരിക്കുമ്പോൾ നിനക്കതില് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഒരു മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പുറമേ നോക്കുമ്പോൾ എങ്ങനെയാണോ നിനക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മെഷീന്റെ മെയിൻ കോമ്പോണന്റ് ആയിട്ട് ഒരു എഞ്ചിനായി നീ പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കാണാൻ നിനക്ക് പറ്റില്ല. കാരണം നീ ടച്ച് ചെയ്യുന്ന കോമ്പോണൻസ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അത് വലിയൊരു മെഷീനാണ്. മെയിൻ പറഞ്ഞാൽ എഞ്ചിൻ മാത്രമായി ഒതുങ്ങി ജീവിക്കുമ്പോൾ, എഞ്ചിൻ എന്ന് പറഞ്ഞ ഉദ്ദേശം നിന്റെ ബ്രെയിനാണ്. നിന്റെ ബ്രെയിൻ വെച്ച് നിന്റെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റില്ല. എഞ്ചിൻ വെച്ച് മൊത്തം കോമ്പോണന്റിന് എഞ്ചിന് അല്ലെങ്കിൽ മൊത്തം മെഷീനാ എഞ്ചിന് മനസ്സിലാക്കുന്നില്ല. പക്ഷെ പുറമേ നിന്ന് നീ ഒരു മെഷീനെ ഫുള്ള് പൊളിച്ച് നോക്കുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എഞ്ചിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതിലുള്ള ബാക്കി കോമ്പോണൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്, അതെന്തിനാണ്, എങ്ങനെയാണ് മൊത്തം വർക്ക് ചെയ്യുന്നത്. അതിൽ ആ എനർജി, ആ ഇലക്ട്രിസിറ്റി എനർജി അതെന്താണോ മനസ്സിലാവും.
റഷ്യന്റെ കാര്യമാണ് ഞാൻ അപ്പൊ അവർക്ക് സോഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നീ ഇവിടെ നിന്ന് തലയിടുക, ഇവിടെ നിന്ന് ഇത് നോക്കിക്കാണും. ഇത് മാത്രം മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ ചുറ്റുപാടുകൾ മൊത്തത്തിൽ നോക്കിക്കാണും. ഇവിടെ നിന്ന് നീ നോക്കിക്കുക. അപ്പൊ തന്നെ മനസ്സിലാവും how these things work. You understand? ഇതാണ് ഞാൻ ഫോളോ ചെയ്ത വഴി. അപ്പം അങ്ങനെയാണ് എനിക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. Happiness is something beyond. ഞാനിതൊരു ചിന്തിച്ചതിലും ബിയോണ്ടാണ് ഹാപ്പിനെസ്. വൺസ് യു റിയലൈസ് ഈ കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്താൽ ക്രേസി തിങ് എന്താണെന്ന് പറയും. നമ്മള് പലരോട് സംസാരിക്കുമ്പോൾ പല ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. I felt the real happiness, the never ending happiness. അവര് അച്ചീവ് ചെയ്തെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അതൊരു റോങ് മെസ്സേജ് ആണ്. പക്ഷെ അവർ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കി അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്റ്റേറ്റ് എന്നോട് പറയാണ്. ഞാൻ സെർച്ച് ചെയ്തത് എന്താണ്, ഇതാണ് അതിനെ ഭയങ്കര ക്യൂരിയസ് ആക്കി ഇരുത്തുന്ന ഒരു കാര്യം കേട്ടോ. അടിപൊളി ആവുന്ന കാര്യം ഇതാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യമാണ്. ആൾക്കാർ പറയുന്നത് വർക്ക്, പക്ഷെ ഞാനിതിന് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ്. അപ്പൊ എനിക്കുണ്ടാവും I want to experience it. I started searching it. Search for the happiness. അവരെന്താണ് ഹാപ്പിനെസ് എന്ന് എനിക്ക് പറഞ്ഞുതരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് അതിന് പറ്റിയില്ല. പക്ഷേ എൻ്റെ മൈൻഡിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ട്രൂ ഹാപ്പിനെസ്, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറേ ഐഡിയ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ കുറേ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം എന്താണ് ഈ ഐഡിയ, നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്ന ഐഡിയ, അതിനു വേണ്ടിയുള്ള സെർച്ചിങ് ആണ്. കുറേ കൊല്ലങ്ങളായിട്ടുള്ള സെർച്ചിങ്. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ ഡിബേറ്റ് ചെയ്യും. കാരണം ഇതേ ഇടയിൽ കളിക്കുന്നുണ്ട്, ഇതേ ഇടയിൽ വരും, ഡിസ്ട്രാക്ട് ആവും, വീണ്ടും കുറേ ടൈം എടുക്കും ഞാൻ തിരിച്ചു പോകാൻ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള എനിക്കുള്ള സഫറിങ് അല്ലെങ്കിൽ എന്നുള്ള കൺട്രോളിങ് ഇതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തിരിച്ചു വരാം, ഇങ്ങനെയാണ് ലൈഫ്. അതെന്താണെന്നറിയോ, എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ലൈഫ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ലെവലിലാണ് നമ്മളിപ്പോൾ എല്ലാം ജീവിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് പോലും ഈ ലെവലിലാണ്. പക്ഷെ എൻ്റെ എനർജി ഉണ്ടല്ലോ, അതാണ് ഡിഫറൻറ്റ്. മനസ്സിലായി? എൻ്റെ വേർഡിന് ലിമിറ്റ്സ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഒരിക്കലും എൻ്റെ വേർഡ് നിങ്ങൾ കേൾക്കരുത്, എൻ്റെ എനർജി നിങ്ങൾ കേൾക്കരുത്. എൻ്റെ വേർഡ് സംസാരിക്കുന്ന എൻ്റെ മൈൻഡാണ്. I'm not trusting this mind. I'm not this mind. പക്ഷേ ഈ എനർജി ഉണ്ടല്ലോ, I'm sharing this energy. ഇത് ഫീൽ ചെയ്യും. അപ്പം ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ലെവലിലാണ് ജീവിക്കുന്നത്. ഈ ലെവലിൽ ഇരുന്നാണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ഫെലോ, എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഫ്രണ്ടായാലും തരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അവർ ഈ കാര്യം റിയലൈസ് ചെയ്തില്ല. എൻ്റെ ചുറ്റുപാടുകളെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളെ പറ്റിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ഈ കാര്യം റിയലൈസ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസം കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യം അവർ റിയലൈസ് ചെയ്തില്ല. ഞാൻ റിയലൈസ് ചെയ്തൊരു ബീയിങ്ങാണ്. ഞാൻ മനസ്സിലാക്കിയത് എന്നെ അടിച്ചേൽപ്പിക്കുകയാണ് അവർ. നീ മനസ്സിലാക്കിയത് തെറ്റാണ്, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് പറയുമ്പം ഞാൻ കുറേ ചിന്തിച്ചെന്ന് ഞാൻ പറയുന്നത്. അന്വേഷിച്ച് അവസാനം ഞാൻ എത്തിപ്പെട്ട ഉത്തരവാണിത്. ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് അവരോടും സെയിം പ്രോസസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അമ്മയൊക്കെ ആയിട്ട് കുറെ സംസാരിക്കാറുണ്ട്. ഞാൻ അമ്മേനോട് പറയുന്നത് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മേനോട് ഞാൻ ഈ കാര്യം, ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ റിയലൈസ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ആ പറയുന്ന എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം അവർക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവാണ്. അവരാണ് ശരി, ഞാൻ തെറ്റാണ്. അവരെന്നെ അവരുടെ പാതയിലൂടെ നയിക്കാൻ പോവാണ്. അവരുടെ പാത എന്ന് പറഞ്ഞാൽ വീണ്ടും അവരെന്നെ പിടിച്ച് ഇത്ര പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് താഴോട്ടിടുകയാണ് ഇവിടെ. അതാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് കുറേ കാലം. ഇവർ ഡ്രാഗ് ചെയ്ത് അതിന് ഇവർ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യും. സ്നേഹമാണെന്ന് പറഞ്ഞ് ഫസ്റ്റൊക്കെ ഞാൻ വീണ് പോയിട്ടുണ്ട്. സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച്. പക്ഷേ സ്നേഹമാണെന്ന് പ്യൂർ സ്നേഹം ബൗണ്ടഡ് അല്ല.
അത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് കാലം എടുത്തു. പക്ഷെ ഞാൻ മനസ്സിലാക്കി പൂവ സ്നേഹം ബൗണ്ടഡ് അല്ല, അറ്റാച്ച്ഡ് അല്ല. പൂവ സ്നേഹം ജസ്റ്റ് പ്യുവർ സ്നേഹമാണ്. അങ്ങനെയാണ്. ഇതാ ഇവിടെ ഇവിടെയാണ് ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ആൾക്കാരും. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാ ആൾക്കാരും പ്യുവർ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? പ്യുവർ സ്നേഹം എന്താണെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് ഇന്നലെ ഞാൻ സംസാരിച്ച ടോപ്പിക്കായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, അറ്റാച്ച്മെന്റും സ്നേഹവും നിനക്ക് ഒരാൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റും സ്നേഹവും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്താണെന്ന് സ്നേഹം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പലരും കൺഫ്യൂസ്ഡ് ആണ്. അറ്റാച്ച്മെന്റ്, ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അറ്റാച്ച്മെന്റ് ആണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചു. അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് സ്നേഹം എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നതാണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ I'm telling you this. Listen, once you experience pure love, the love of the God, once you experience this, ഈ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യും. I'm telling you this. ഒരു ദിവസം നിങ്ങൾ ഈ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ സ്നേഹ എക്സ്പീരിയൻസ് then you know എന്താണ് ശരിക്കും സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അമ്മയോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെനിക്ക് തരുന്ന സ്നേഹം പലപ്പോഴും ഈ ഫിസിക്കൽ വേൾഡിലുള്ള സ്നേഹമാണമ്മേ. ഇതാ ഈ വേൾഡിൽ ഇരുന്നുകൊണ്ട് ഈ നീയാണ് എനിക്ക് സ്നേഹം തരുന്നത്. മനസ്സിലായോ? അത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ അമ്മയോട് പറയുന്നത് ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഈ വേൾഡിൽ ഇരിക്കുന്ന ഞാൻ ഈ വേൾഡിൽ ഇരുന്നുകൊണ്ട് നിന്റെ മൈൻഡ് തരുന്ന സ്നേഹമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ സ്നേഹം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്നേഹം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. യു റിയലൈസ് ദിസ്? ഈ സ്നേഹം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ തരുന്ന സ്നേഹം ഈ സ്നേഹമാണ്. പക്ഷെ നിന്റെ ഉള്ളിൽ ഈ സ്നേഹമുണ്ട്. ഈ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിന് നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത പോലെ ഒരു സാധനം റാപ്പ് ചെയ്തിട്ടാണ് നിനക്ക് തരുന്നത്. ബിക്കോസ് നിനക്ക് ആ റിയലൈസേഷൻ വന്നില്ല. മനസ്സിലായോ? ഈ സ്നേഹമുണ്ട്, ഈ സ്നേഹം അവിടെയുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന ഫോം എന്ന് വെച്ചാൽ റാപ്പ് ചെയ്താണ്. ഞാനത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് പൊട്ടിച്ച് ഉള്ളിൽ തുറന്നു നോക്കിയാൽ മാത്രമേ എനിക്ക് നിന്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നീ ഈ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ സ്നേഹം എനിക്ക് മനസ്സിലായി. ഞാനതിന് തുറന്നു നോക്കേണ്ട ആവശ്യങ്ങളില്ല. ഈ സ്നേഹം ഡയറക്റ്റ് എനിക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ജസ്റ്റ് ഫീൽ നീറ്റു. അതിന് തപ്പിപ്പോകേണ്ടതോ അല്ലെങ്കിൽ അത് തുറന്നു നോക്കേണ്ട കാര്യങ്ങളോ ഇല്ല. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എവിടെയായാലും, യൂണിവേഴ്സിറ്റി എവിടെയായാലും അവളുടെ സ്നേഹം ഐ ഫീൽ ഇറ്റ്. അതാണ് അറ്റാച്ച്മെന്റ്. അതിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്ന എന്താണെന്ന് അറിയാം. ഇതില് നമ്മള് സ്നേഹമുണ്ടല്ലോ, ഇത് കണ്ടോ എല്ലായിടത്തുള്ള സാധനമാണ്. ഇവിടെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ഫിസിക്കൽ വേൾഡ് സെപ്പറേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് മൊത്തത്തിലുള്ള സാധനമാണ്. ഈ സാധനമാണ് നീ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ വിചാരിച്ചു നോക്കിയില്ല, കാര്യം ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചു നോക്കി. ഇവിടെ വരുന്നപ്പോ റാപ്പ് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഇവരുടെ സ്നേഹം അവർ ചുറ്റും നോക്കുമ്പോൾ, ഈടെയുള്ള ആൾക്കാരുമായിട്ട് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് പല കാര്യങ്ങളാണ്. കാരണം അവരുടെ മൈൻഡാണ് വിചാരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആണ്. പലപ്പോഴും എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഉണ്ണി എൻ്റെ സ്നേഹം ഇതാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിൽ എത്തിക്കണം. അതായത് നിനക്ക് ഭയങ്കര ജോലിയൊക്കെ ഉണ്ടാവണം, ഒരു കല്യാണമൊക്കെ കഴിക്കണം. ഇതവരെ സ്നേഹം എന്ന് പറയുമ്പോൾ
അടുത്ത മൊമെന്റിൽ ഞാൻ മുഖത്ത് നോക്കി പറയുന്ന കാര്യമാണ്, എന്നെ ഇത് സ്നേഹമല്ല, ഇത് നിനക്ക് ഈ ചുറ്റുപാട് ഫിസിക്കൽ വേൾഡിൽ നിന്നുണ്ടായ ജസ്റ്റ് ഒരു ഇലൂഷൻ മാത്രമാണ്, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സ്നേഹമാണെന്ന്. കാരണം നിനക്ക് തോന്നുന്നത് നീ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു. അമ്മേന്റെ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴാണ് എന്നെ കുഞ്ഞായിരുന്നപ്പം അമ്മേന്റെ കയ്യിൽ കിട്ടിയ അത് വിഷയം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അവളെ എക്സ്പീരിയൻസ് ചെയ്തതും ഇതാ ഇതാണ് ഈ കാര്യമാണ്. ആ സ്നേഹം പതിയെ ഇല്ലാണ്ടാവാണ് ഞാൻ വളർന്നു വരുമ്പോ. കാര്യം ഞാൻ വളർന്നു വരുമ്പോ ഈ ലെവലിലേക്കാണ് ഞാൻ വളർന്നു വരുന്നത്. ഇവിടെ ചെറുതുണ്ടാകുമ്പോഴേക്കും ഇതാണ് ഞാൻ പറയാറുണ്ട്. കാര്യം ഇതാണ് ഇതാണ് നീ സ്നേഹം സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷെ സ്നേഹമല്ല. സ്നേഹമായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നീ സ്നേഹിക്കുന്ന ഒരാളെ നീ കൺട്രോൾ ചെയ്യുമോ? അതാണ് അറ്റാച്ച്മെന്റ്. ഇറ്റ് ഈസ് ക്രേസി. ഇത് റിയലൈസ് ചെയ്യാൻ അടിപൊളിയാണ് കാര്യം. നിങ്ങൾ മുഖത്ത് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം യു ഹാവ് ദിസ് റിയലൈസേഷൻ ആൻഡ് യു എക്സ്പീരിയൻസ് ദ പ്യുവർ ലവ്. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിനക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മുഖത്ത് പറയാൻ പറ്റും ലവ്. പക്ഷെ ലവ് ഉണ്ട്. പക്ഷെ നീ അത് പ്രകടിപ്പിക്കുന്നതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വിട്ട് നിർത്തണം. പ്യുവർ ലവിൽ എവിടെയാണ് പോകേണ്ടത്? നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. എന്റെ റിയലൈസേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സെർച്ചിലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ സെർച്ചിലാണ്. ട്രൂ ഹാപ്പിനെസ് എന്താണ് 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 കുറെ കാലങ്ങളായി സെർച്ചിങ് ആണ്, വർഷങ്ങളായി സെർച്ചിങ് ആണ്. At the point you realize you experience this true happiness, you experience this state, you get here like the fall, you remember. ആ ഫോളിലൂടെ നീ ആ സ്റ്റേറ്റിലെത്തുമ്പോൾ എന്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന, എന്റെ മനസ്സിലുണ്ടായിരുന്ന എന്റെ മനസ്സിലുണ്ടായിരുന്ന മൊത്തം ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം, ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന സാധനമല്ല, ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന സാധനമല്ല. ദിസ് ഈസ് ഗോഡ് മാൻ, ദിസ് ഈസ് ഗോഡ്. നമുക്ക് ഒരിക്കലും ഗോഡിനെ ഈ മൈൻഡ് വെച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മനസ്സിലായോ? എൻ്റെ ഒരു എനർജി, ദിസ് ഈസ് ഫിസിക്കൽ, മൈ ബോഡി ഈസ് ഫിസിക്കൽ, എൻ്റെ മൈൻഡ് ഈസ് what I am, just an external part. എക്സ്റ്റേണൽ പാർട്ടാണ്, അങ്ങനെ പറയല്ല, എക്സ്റ്റേണൽ പാർട്ടാണ് ഞാനാണത്. പക്ഷെ ഇതിന് ആ സാധനത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ വെച്ചാണ് ഞാൻ ആ സാധനത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് എൻ്റെ കൺസെപ്റ്റിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ആ ട്രൂ ഹാപ്പിനെസ് എന്ന് ചിന്തിച്ച് അങ്ങനെ വന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇതിലൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല അത്. ഈ ബോഡിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല. സംതിങ് ബിയോണ്ട്. എനിക്കിപ്പോ ഷുവറാണ്, ഞാൻ ഇതുവരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ? കൺഫ്യൂസ്ഡ് അല്ലായിരുന്നു, പക്ഷെ കുറെ ആൾക്കാരോട് പറഞ്ഞു അങ്ങനെ സ്റ്റേറ്റ് ഉണ്ട്. വാച്ച് യു റിയലൈസ്. ഇങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതിനാണ് അവിടെ പോയിന്റ്. നീയായിട്ട് ഇത്ര വലിയ സെപ്പറേഷൻ ഇല്ല എടുക്കുന്നത്. ഇത്ര വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് കാണിക്കാൻ പറ്റില്ല കയ്യപ്പുറം വെച്ച്. ഇവിടെ ഇല്ലെടുത്തുന്നത് സെപ്പറേറ്റ്നെസ് അടുക്കുകയാണ് ആ ജേണിയിൽ. ഇതിന്റെ ബോഡി മൈൻഡാണ്. ഗോഡ് ഇറ്റ്സ് എ കോൺഷ്യസ്നെസ്. അടുത്തടുത്ത് വരികയാണ്. ഈ ജേണി നീ എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഇതെന്താണെന്ന് നിനക്ക് അറിയില്ല. നീ ചിന്തിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ എന്താണ് ചിന്തിച്ച് വരുന്നത്. ഇതൊക്കെ തെറ്റായിക്കൊണ്ട് നീ ഒരു ദിവസം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു.
this. ഈ റിയലൈസേഷൻ അതിലേക്കാണ് ഞാൻ വിളിച്ചുകൊണ്ടുവന്ന എങ്ങനെ വേണേലും എടുക്കാം. എനിക്ക് തരാനുള്ള ഗിഫ്റ്റാണ് എൻ്റെ ഗിഫ്റ്റ്, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം. ഇത് ഷെയർ ചെയ്തതിലൂടെ ഷെയറിങ് മൈ എനർജി. എൻ്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ എടുക്കരുത് കേട്ടോ. എൻ്റെ എനർജി ഫീൽ ചെയ്യാൻ. എൻ്റെ വാക്കിൽ എനിക്കിപ്പം ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണെന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് എനിക്കെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ എന്താണ് ഒരിക്കലും എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷെ ഐ ബിലീവ് എൻ്റെ എനർജി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. That's what I'm doing now. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ എത്തുക. പക്ഷെ അല്ല, എനിക്ക് ഗൈഡ് ചെയ്യുമോ? അതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്ത് I love talking. I'm more alive than achieving something. ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ച് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സന്തോഷമാണ് ഈ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ കണക്ട് ചെയ്യും ആൾക്കാരെ, അല്ലെങ്കിൽ എൻ്റെ സെൽഫായി കണക്ട് ചെയ്യും. I'm not lying. Telling you this truth, my experience, and സത്യം മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. All the truth. നിങ്ങളെ ഞാൻ കൈപിടിച്ചുകൊണ്ട് പോകുന്ന അതിലേക്കാണ്. എല്ലാ സത്യങ്ങളെയും എല്ലാവരുമായി സത്യം മാത്രം. സത്യം നിങ്ങളെന്ന് പറഞ്ഞാൽ സത്യം മാത്രമായിരിക്കട്ടെ. അത് മാത്രമേ ഇതിനെ ഹെൽപ്പ് ചെയ്യൂ. നിങ്ങളുടെ ജേണി തുടങ്ങണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എനിക്ക് മനസ്സിലാവും. സ്റ്റാർട്ട് യുവർ ജേണി മാൻ നൗ. ലേറ്റ് ആവുന്നതോറും സഫർ. അതാണ് റിയലൈസേഷൻ ഫസ്റ്റ് ഉണ്ടാകാനായിട്ട്. ലേറ്റ് ആവുന്നതോറും സഫർ ചെയ്യാണെന്നുള്ള റിയലൈസേഷൻ സഫറിങ് വിതൗട്ട് നോയിങ് ദിസ്. ഓക്കെ, ഈ റിയലൈസേഷനാണ് എനിക്കുണ്ടായത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ പഠിക്കുന്ന കാര്യം, ഇത് ഞാൻ എങ്ങനെ ഈ സെൽഫ് കണക്ട് ചെയ്തു. ഞാനിവിടെ വന്നു. ഇപ്പം ഞാൻ തിരിച്ചാദ്യം ഇവിടത്തേക്ക് നിർത്തിയിരിക്കണം. ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചെത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ലെവലിലേക്കാണ്. മനസ്സിലായി? ഈ ലെവലിൽ ഇരിക്കുമ്പോഴും ഞാൻ സഫർ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം. എനിക്ക് ഈ പ്രോസസ്സ് മനസ്സിലായി. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ കൂടി എനിക്ക് ഈ പ്രോസസ്സ് മനസ്സിലായി. ഒരു മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പുറമേ ഇരുന്ന് നോക്കുന്ന ഒരാളും ഒരു കാര്യം മനസ്സിലാക്കിയ ആളും മനസ്സിലാക്കാത്ത ആളും നമ്മുടെ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു കാർ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് എഞ്ചിൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മനസ്സിലാക്കിയ ഒരാളും ഒരു മെക്കാനിക് അത് അഴിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി അല്ലെങ്കിൽ അത് പണിത ഒരാളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഈ എക്സാമ്പിൾ എനിക്ക് ശരിക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തായാലും ഇതാ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് രണ്ടും സെപ്പറേറ്റ് ആണെന്നാണ്. കാരണം ഞാനിത് അറിഞ്ഞില്ല. ഇതറിഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് ഇവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല. ഇൻക്ലൂഡിങ് ഹിയർ. ഇത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് അതെന്താണെന്ന് തിരിച്ചറിയണം. മനസ്സിലായി? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായി. ഇവിടെ ഒരു എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള ഉപകരണം നിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ടാവണം. അത് നീ അച്ചീവ് ചെയ്യണം. അതാണ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഞാൻ പറയണ മനസ്സിലാവുമല്ലോ. അപ്പോഴാണ് നീ മനസ്സിലാക്കുന്നത് ആ എനർജി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. പക്ഷെ അതിന് മുന്നേ അത് ഇവിടെ ഉണ്ട്. എവ്രിവെയർ, നെവർ എൻഡിങ് എനർജി എവ്രിവെയർ. അത് നീ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് മുന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് കൺസെപ്റ്റ് വന്നത്
ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ലൈഫിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പണക്കാരൻ്റെ ലൈഫ്, പാവപ്പെട്ടവൻ്റെ ലൈഫ്, മിഡിൽ ക്ലാസ്, സിമ്പിൾ ലൈഫ്, ലക്ഷറി ലൈഫ്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കൺസെപ്റ്റൊക്കെ പൊളിഞ്ഞ് തുടങ്ങിയത്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ലൈഫ് ഒന്ന് മാത്രമേ ഉള്ളൂ. There is nothing like simple life and complicated life or rich life. The life the billionaire live in. It's no different than a simple life. Actually, everything is simple life. ഇത് സിമ്പിൾ ലൈഫാണ്, അത് സിമ്പിൾ ലൈഫ്. ഇത് ലക്ഷറി ലൈഫാണ്, അതും ലക്ഷറി ലൈഫാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് എന്നെ ഈ നിമിഷം ഈ ഫിസിക്കൽ വേൾഡിൽ എന്നെ സഫറിങ്ങിൽ നിന്ന് ഇല്ലാണ്ടാക്കിയാലും, ഈ സഫറിങ്ങിൽ നിന്ന് ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നതെന്നല്ല. എൻ്റെ ഈ ഉണർന്നിരിക്കുന്ന സ്റ്റേറ്റ് ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ മുന്നേ സഫർ ചെയ്തിരുന്നു. പക്ഷേ I started feeling this energy here. I started realizing things. And suffering ഇല്ലാതെ this is a great energy, man, I'm transmitting. It's a beautiful gift that I'm giving. ഞാൻ വളരെ സന്തോഷമാണ് എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ്. നീ സന്തോഷമായിരിക്കുന്നതിൽ ഞാൻ സന്തോഷം. എനിക്കത് സന്തോഷം. Love. It's a long video, man. 42 minutes. I see you, man.